ഇന്ന് അതിരാവിലെ തുടങ്ങിയ ജോലികളാണ് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കുളിയൊക്കെ കഴിഞ്ഞത്. പിന്നെ അമ്മയാണേ കൂടുതൽ കാര്യങ്ങളും ചെയ്തത്. പാചകമൊക്കെ അമ്മയ്ക്കാണല്ലോ നല്ല വശം. ഞങ്ങൾ കറിക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ സഹായിച്ചു. ഈ ഒരു പൂവ് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് പോയിട്ടുണ്ടായിരുന്നു മൊത്തത്തിലെ. അമ്മ ഒരു ചെറിയ തൈ വെച്ച് പിടിപ്പിച്ചതാണേ. ഇപ്പം അത് ഭംഗിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് പോകാനാവുന്നതിന് മുമ്പ് തന്നെ അമ്മ ചെറിയൊരു തൈ വേറെയും പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരാള് ഓണക്കോടിയൊക്കെ ആദ്യം ഇട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പം അതാ ചെളിയാക്കുമെന്ന് വിചാരിച്ച് പഴയ ഒരു ഉടുപ്പെടുത്തിടിപ്പിച്ചതാണേ. കുറച്ച് ചാടയുണ്ടോ എന്നൊരു സംശയം. അമ്മയാണെങ്കിൽ ഇവിടെ തിരക്കിട്ട പരിപാടിയാണ് കേട്ടോ. പപ്പടം കൂടെ കാച്ചാനുണ്ട്. അപ്പുറം ഇതാ പായസം ആയിക്കൊണ്ടിരിക്കുകയാണേ. ഇന്ന് പാലട പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നാളെ സേമിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ച് കറികളൊക്കെ ഇതാണ് കേട്ടോ. ഇത് ഇരിശ്ശേരിയാണ്. പിന്നെ ഇത് ഓലൻ. ഇത് പച്ചടിയാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. പിന്നെ ഇതാ പയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല മോരൊഴിച്ച് അവിയലുണ്ട്. കുടിക്കാനുള്ള വെള്ളം തിളയ്ക്കണു. പിന്നെ ഇതാ കായൊക്കെ ഇന്നലെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഡബ്ബയുണ്ടായിരുന്നു. ഒരു ഡബ്ബ ഞങ്ങൾ ഇന്നലേക്ക് എടുത്തു. പിന്നെ കൊച്ചിനെ ഓർത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. കാരണം അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറുമുറ എന്തെങ്കിലും കടിക്കാനൊക്കെ വേണേ. പിന്നെ മാങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട്, കുറച്ചേ ഇട്ടിട്ടുള്ളേ. പിന്നെ വടുകപ്പുളിയുടെ നാരങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് നാരങ്ങാച്ചാറിനോട് വലിയൊരു കമ്പമില്ല. ബിരിയാണി കഴിക്കുമ്പോൾ മാത്രമാണ് നാരങ്ങാച്ചാർ ഞാൻ കൂട്ടാറുള്ളത്. എനിക്ക് കൂടുതലും മാങ്ങാച്ചാറും നെല്ലിക്കാച്ചാറുമാണ് കേട്ടോ ഇഷ്ടം. എല്ലാം ആയി ഞങ്ങൾ എല്ലാവരും കുളിച്ച് വന്നിട്ട് പിന്നെ സദ്യ ഒന്നിച്ചിരുന്ന് കഴിച്ചു കേട്ടോ.